ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എൻ്റെ പ്രിയ സഹോദരങ്ങൾ എല്ലാവരും സന്തോഷത്തോടും സമാധാനത്തോടും സ്നേഹത്തോടും കൂടി ആയിരിക്കുന്നു എന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, കൂടപ്പറപ്പുകളെ, സുഹൃത്തുക്കളെ, അഭിഷിക്തന്മാരെ, നിങ്ങളെല്ലാവരെയും ഓർത്ത് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുവാൻ ദൈവം എനിക്കും തരുന്ന മഹാഭാഗ്യത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. 2024 വോയിസിലൂടെയാണ് ഞാൻ നിങ്ങളുടെ അടുക്കൽ വന്നത്. പക്ഷേ ഇന്ന് അനേകം പേർക്ക് എൻ്റെ ഈ സന്ദേശം വലിയ അനുഗ്രഹവും സമാധാനവും സന്തോഷവും പ്രാർത്ഥനയിൽ കുറച്ചുകൂടി മൂർച്ച വരുത്തുവാനൊക്കെ സഹായിക്കുന്നത് ഓർക്കുമ്പോൾ എനിക്കും ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇനിയും ഒത്തിരി കാരണങ്ങളുണ്ട്. അതുകൊണ്ട് ഈ ദിവസങ്ങൾ നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുവാനൊക്കെ ദൈവം തരുന്ന വലിയ കൃപയോർത്ത് സ്തോത്രം ചെയ്യുന്നു. നിങ്ങളുടെ സമസ്ത മേഖലകളിലും സർവശക്തനായ ദൈവം അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കുന്നതോടൊപ്പം തന്നെ ക്രിസ്തുവിന്റെ വചനം സകല ഐശ്വര്യത്തോടും നിങ്ങളിലും എന്നിലും നിറയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലെ ഒരു തിരുവചനത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം. ഈ ദിവസത്തിന്റെ ആരംഭ ദിവസമായ തിങ്കളാഴ്ച യേശുവിന്റെ നാമത്തിൽ കഴിഞ്ഞ ഒരാഴ്ചക്കാലം നമ്മെ കാത്തു പരിപാലിച്ചു. ഇനിയുള്ള കാലങ്ങളിൽ അല്ലെങ്കിൽ ആഴ്ചകളിൽ ദൈവത്തിന്റെ വലിയ കരുതലും കാവലും നമുക്കുണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അതിനാധാരമായിട്ട് ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം അതിന്റെ 30-ാം വാക്യം വായിക്കുന്നത് ശ്രദ്ധയോട് കേൾപ്പിൻ. എൻ്റെ കൂട്ടുകാരൻ ആർ? ഹല്ലേലൂയ. ഒരു പ്രാർത്ഥിക്കുന്ന മനുഷ്യന്റെ മേൽ ഒരു ദൈവത്തിന്റെ ചോദ്യം ഇതാണ്, എൻ്റെ കൂട്ടുകാരൻ ആർ? പ്രാർത്ഥിക്കുന്നവന്റെ അകത്ത് വെളിപ്പെടുന്ന ഒരു ദൈവ ശബ്ദം ഇതായിരിക്കണം. ഹല്ലേലൂയ. ആ പശ്ചാത്തലം നമുക്ക് വളരെ വ്യക്തമായിട്ടും അറിയാം. അതിന്റെ പശ്ചാത്തലം ഇങ്ങനെയാണ്. ഒരു മനുഷ്യൻ യെരൂശലേമിൽ നിന്നും യെരിഹോവിലേക്ക് പോകുമ്പോൾ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടു. അവർ തന്നെ അവന്റെ വസ്ത്രം അടിച്ച് മുറിവേൽപ്പിച്ച് അർത്ഥപ്രാണനായി വിട്ടേച്ചു പോയി. സ്തോത്രം. ഹല്ലേലൂയ. ഇതാണ് പശ്ചാത്തലം. ഒരുവൻ യെരൂശലേമിൽ നിന്നും എവിടെ പോകുന്നു? യെരിഹോവിലേക്ക് പോകുമ്പോൾ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടു. അവന്റെ വസ്ത്രത്തെ അവൻ അഴിച്ചു മുറിവേൽപ്പിച്ചു അർത്ഥപ്രാണനായി വിട്ടേച്ചു പോയി. ദൈവസഭയ്ക്ക് വേണ്ടി നിൽക്കുന്ന ദൈവ അഭിഷിക്തന്മാരെ, സഹോദരങ്ങളെ, കൂടപ്പിറപ്പുകളെ വിളിച്ചു ദൈവം വേർതിരിച്ചു. ദൈവത്തിന്റെ ഇഷ്ടത്തിന് വേണ്ടി നിൽക്കുമ്പോൾ ലോകം പറയുന്നതല്ല നാം കേൾക്കേണ്ടത്, ദൈവം പറയുന്നത് കേട്ടു പോകുവാൻ ഈ ദിവസങ്ങൾ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇവിടെ ഇത് അർത്ഥപ്രാണനായി കിടക്കുന്നവനെ കണ്ടിട്ട് ഒരു ലേവ്യൻ കടന്നുപോയി, ഒരു പുരോഹിതൻ കടന്നുപോയി. പക്ഷേ ഒരു യഹൂദനല്ല, അവൻ ഒരു പുരോഹിതനല്ല, പക്ഷെ ഒരു ശമരിയക്കാരൻ, ആർക്കും വേണ്ടാത്ത ഒരുവനെയാണ് ദൈവം അവിടെ ഉപയോഗിച്ചത്. ലേവ്യൻ കണ്ട് കടന്നുപോയതുപോലെയല്ല, പുരോഹിതൻ കണ്ട് കടന്നുപോയതുപോലെയല്ല. ആ ശമരിയക്കാരൻ അവനെ ഓടിച്ചെന്ന് അവനെ അണച്ചു പിടിച്ച് അവന്റെ വസ്ത്രത്തെ മറ്റൊരു വസ്ത്രം കൊണ്ട് അവനെ പൊതിഞ്ഞെടുത്ത് അവനെ സത്രത്തിൽ കൊണ്ടുവന്ന് അവന് മുറിവ് വീഴുന്ന സ്ഥലത്തെല്ലാം മുറിവ് കെട്ടി അവനെ ആശ്വസിപ്പിക്കുവാൻ ഇടയായി തീർന്നു. യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ഒരു നല്ല ശമരിയക്കാരന്റെ ക്വാളിറ്റി എൻ്റെ അകത്ത് വെളിപ്പെടുന്നതാണ് പ്രാർത്ഥന. യേശുവിന്റെ നാമത്തിൽ മറ്റുള്ളവരെ മുറിവ് കിട്ടുന്ന, മറ്റുള്ളവരെ സഹായിക്കുന്ന, മറ്റുള്ളവരെ ചേർത്ത് പിടിക്കുന്ന, മറ്റുള്ളവരെ അണയ്ക്കുന്ന, മുറിവേൽപ്പിക്കുന്നവരായിട്ടല്ല, പണി കൊടുക്കുന്നവരായിട്ടല്ല, പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യൻ മറ്റുള്ളവർക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുന്നതായിരിക്കും. വിമർശനം പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യന്റെ നിഘണ്ടുവിലില്ല. കുറ്റം പറയുന്നത് ഒരു പ്രാർത്ഥിക്കുന്ന നിഘണ്ടുവിലില്ല. മറ്റുള്ളവർക്കെതിരെ അപവാദം പറയുന്നത് ഒരു പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ ക്വാളിറ്റി അല്ല. ദൈവം നമ്മെ വിധിക്കുന്നുവെങ്കിൽ വിധിക്കട്ടെ, മറ്റുള്ളവരെ നമുക്ക് വിധിക്കുവാൻ ഒരു അധികാരമല്ല. ഇവിടെ ഇതാ അർത്ഥപ്രാണനായി വിവസ്ത്രനായി കിടക്കുന്ന ഒരുവനെ കണ്ടിട്ട് ലേവ്യനും പുരോഹിതനും കടന്നു പോകുമ്പോൾ ഒരു നല്ല ശമരിയക്കാരനായ വ്യക്തി വന്ന് അവന് വേണ്ടുന്ന സകലതും ചെയ്തിട്ട് ഞാൻ തിരിച്ചു വരുമ്പോൾ വല്ലതും അധികമായി കൊള്ളാമെന്ന് പറഞ്ഞു പോയ ഒരു ശമരിയക്കാരന്റെ ക്വാളിറ്റി ഇന്ന് പകലിൽ എനിക്കും നിങ്ങൾക്കും നമ്മുടെ പ്രാർത്ഥനാ മുറിക്കകത്ത് വെളിപ്പെട്ടാൽ സ്വർഗം സന്തോഷിക്കും. അതിനുവേണ്ടി ഈ ആഴ്ചയിൽ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഒരു നല്ല ശമരിയക്കാരന്റെ വേല ചെയ്യുവാൻ സ്വർഗം നിങ്ങളെ സഹായിക്കട്ടെ. അങ്ങനെയുള്ള പ്രാർത്ഥനകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. മേ ഗോഡ് ബ്ലസ് യു. ജീസസ് ലവ്സ് യു. ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കാം. പരിശുദ്ധ പിതാവേ, സ്വർഗീയ നല്ല കർത്താവേ, എൻ്റെ കൂടപ്പിറപ്പുകളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഒരു നല്ല ശമരിയക്കാരന്റെ മനസ്സ് ഞങ്ങൾക്കുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. നല്ല കൃപയുള്ള ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളുടെ എല്ലാ കുറവുകളെയും നികത്തി ഞങ്ങളെ അനുഗ്രഹിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.